ഇവിടെ വെച്ച് 11,000 രൂപ. ഇന്നാണെങ്കിൽ ഞാൻ അവന് കൊടുക്കാന്നും പറഞ്ഞു. എടി അമൃതേ, ഇവിടെ വെച്ച് 11,000 രൂപ ഉണ്ടായിരുന്ന? ഞാൻ കണ്ടില്ല. ചേട്ടാ ചായ. ഇവിടെ കയ്യിലെ വള ഇത് എവിടെ പോയി? എടാ രാഹുലെ, എടാ എന്റെ ഭാര്യ ഇന്ന് പുറത്തേക്ക് പോണവല്ല കണ്ടായിരുന്നു. ഇന്ന് ഉച്ചക്ക് പോകണ്ടായിരുന്നല്ല. പിന്നെ ഒരു പേഴ്സ് ആർക്കും കൊടുക്കണേ കണ്ടായിരുന്നു. പേഴ്സാ? ശരി, ഓക്കെടാ. ഇനിയും കാശ് വേണമെന്നോ? ഞാനിത് എങ്ങനെ മാനേജ് ചെയ്യും? ഇപ്പൊ തന്നെ പുള്ളിക്ക് എന്നെ ഭയങ്കര സംശയമാണ്. സാരമില്ല, ഞാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ശരി ചേട്ടാ. എന്താ എന്റെ വീട്ടിൽ നടക്കണേ? നീ എന്നെ ചതിക്കണല്ലേ? തനിക്കറിയണോ ഞാൻ ആർക്കാ കാശ് കൊടുക്കുന്നതെന്ന്? എനിക്കറിയണം. എന്നാ എന്റെ കൂടെ വാ. സിന്ധു, സിന്ധു. എന്നോട് ചോദിച്ചില്ലേ ഞാൻ ഈ പൈസക്ക് എന്താ ചെയ്യണമെന്ന്? ചേട്ടൻ അറിയാവുന്ന കാര്യമല്ലേ, ഇവളുടെ ഭർത്താവ് ഇപ്പൊ മരിച്ചിട്ട് 1 മാസമായി. വീടിന്റെ റെന്റ് അടയ്ക്കാൻ പോലും പൈസയില്ല. ഇവളിപ്പോ എല്ലാവരുടെയും മുമ്പിൽ കൈനീട്ടി തുടങ്ങി. പക്ഷെ എനിക്ക് ഇവളെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. എന്റെ അനിയത്തിയായി പോയി. ഞാൻ എങ്ങനെയെങ്കിലും ഈ കടമൊക്കെ വീട്ടിക്കോളാം. സിന്ധു, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, എല്ലാം ശരിയാവും. മോനെ, അമ്മേനെ നോക്കിക്കോളണേ. ഞങ്ങൾ പോയിട്ട് വരാം. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവളുടെ ജീവിതം മൊത്തത്തിൽ മാറി മറിഞ്ഞ്. അളിയനൊരു ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്ന മതിയായിരുന്നു. ടേം ഇൻഷുറൻസോ? അതെന്താ? ഇപ്പൊ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് നല്ലൊരു തുക കിട്ടും. ഇങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. അതുകൊണ്ട് നിങ്ങളൊരു ടേം ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും. എൻ്റെ ബയോയിലേക്ക് ഇറക്കി 51+ ഇൻഷുറൻസ് ആണ് ഉള്ളത്. അതിലേതാ ബെസ്റ്റ് പ്ലാൻ എന്ന് വെച്ചാൽ നോക്കിയെടുത്തോളൂ. മാസം വെറും 600 തൊട്ട് 700 വരെ ഉള്ളൂ. 2 കൊല്ലം കവറേജ് വരെയും കിട്ടും. പിന്നെ ഓൺലൈൻ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ 15% ഡിസ്കൗണ്ടും ഉണ്ട്.